انور. نعم بابا. انا بكره اروح سافر. زين. انا اعطيت سالري انتو مع شاهد. شاهد. زين. اوكي. عرف عليك. زين. بكره الساعه 5 صبح سياره 2 جايز. قول شاهد. اوكي طيب. ما في نسيت. لا الساعه 5 طيب. كيف 5 o'clock. بعدين نروح لفه يسار. ايوه لفه يسار وقف. بابا انا يدي شويه اللون. شلون؟ شويه بلا شويه مشكله. بروبلم. شنو المشكله؟ بلا شويه فلوس. ان شاء الله ان شاء الله انا برجع بعد نشوف ان شاء الله. اوكي ان شاء الله. بابا سيده. ايوه روح سيده لفه يمين. خلي وقف بس. ايوه واقف. زين. ما في نسيت. اوكي بكره. اوكي ان شاء الله. بابا انا روح بيت ولا بيت؟ لا عندي روح بيت. زين. اوكي. ആ ചക്കോട് നട്ടി ലുലുന്ന് പഠിച്ചതാ. ലുലുന്നോ എത്രയായി? ചക്ക കഴിച്ചിട്ട് മാഷാ അല്ലാ. നാട്ടിലൊന്നും ഈ സാധനം ആർക്കും വേണ്ട. ഇവിടെയൊക്കെ പൊന്നുപോലെയാണ് പൊന്നുപോലെ. അത് ബേ ഇത് 30 റിയാല്. 4 ചുളക്ക് 30 റിയാല്. നാട്ടിലൊക്കെ ഇത് വെറുതെ ചീഞ്ഞു പോവുക. ആർക്കും വേണ്ട. നല്ല കിടന്ന നല്ല മധുരമുണ്ട്. നല്ല വരിക്കച്ചക്കയാണ്. ഇജിപ്പോൾ കുറേ കാലം കഴിച്ചിട്ടില്ലേ? 5-6 കൊല്ലമായില്ലേ നാട്ടിൽ പോയിട്ട്? നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തൊന്നും ചക്കയുടെ സമയമില്ലല്ലോ. ഇജിപ്പോൾ എന്ന് പോയതാ? 5 കൊല്ലത്തിന് മുകളിലായി. 5 കൊല്ലവും 8 മാസം തികച്ചുപോയി. ഏത് നാട്ടിൽ പോകുന്നുണ്ടോ? ഇന്നും ഉണ്ടായിരുന്ന. ഇപ്പം തന്നെ എല്ലാവരും പൈസ പഠിച്ച് കൊടുക്കണ്ടേ. തന്തടയെന്ന് തള്ളടയെന്ന് മക്കളെന്ന് എല്ലാവരും കടം വാങ്ങിക്കണം. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇനി മേടിക്കാത്തവരാരുമില്ല. എടാ എൻ്റെ സാലറി തന്ത എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. വന്നോ? എന്തല്ലോ വന്നിട്ട് 15 ദിവസമായിട്ടുള്ളൂ. സാലറി കിട്ടിയില്ല. ഇല്ല അന്നത്തെ 15 ദിവസത്തെ ബാലൻസ് ഇല്ലേ, അതും ഇതും കൂടിയിട്ട് കൂട്ടി. അങ്ങനെ നന്നാണ്. അല്ല ഞാൻ വിചാരിച്ചപ്പോൾ തന്നത് വിചാരിച്ചത്. അത് ശരി. എടാ പിന്നെ എൻ്റെ സാലറി എനിക്കൊന്ന് മറിക്കാൻ പറ്റുമോ ഈ മാസം? എൻ്റെ കേസ് വെച്ചാലേ ആ ട്രാവൽസിൽ പൈസ കൊടുക്കാൻ പറ്റുമോ? ഞാനേ വണ്ടി കേൾക്കാണ്ട് അന്ന് കേക്കിട്ടേ റജി ചക്കക്കുരു എടുത്ത് വെക്ക്. നാളെ ചക്കക്കുരു ഇട്ട് എടാ കറി വെക്കാം. പൊടിക്കാറ്റാണ്, വെറുതെ കഴുകാൻ നിൽക്കണ്ട. ചെക്കന്മാർക്ക് എന്താ പൊടിക്കാറ്റ്? ചെക്കന്മാർക്ക് അറിയില്ല. ഇപ്പം ഐക്കേ പോയിട്ട് വന്നിട്ടുള്ളൂ. അതെ തൽക്കാലം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇൻഷാ അല്ലാ. എന്നിട്ട് നമുക്ക് നാളെ കൂട്ടാൻ വെക്കാം. ഓക്കെ. പിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനേ അടുത്ത മാസം 8 ബർത്ത്ഡേ ആണ്. എന്തേലൊക്കെ എന്റെ വക ഉണ്ടാവുമല്ലോ. എന്നാലും അങ്ങനല്ല, അത് ഞാൻ പറയാം. ഉറപ്പല്ലേ? അത് മതി. പിന്നെ നോക്കാം. പിന്നെ ഇവിടെ വേറെ ആരും വരലൊന്നുണ്ടാവില്ലല്ലോ. അല്ല ഇനിയിപ്പോ ആരും കാണും വേണ്ട അതാക്കും വേണ്ട വിചാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നമ്മളെ അൻവറിന്റെ ഭാര്യല്ലത് കുഞ്ഞോള്, നമ്മളെ റേഷൻ വീടിലെ ബാക്കില്ലേ ഗൾഫിലെ അൻവറിന്റെ ഭാര്യയാണത്. പിന്നെ ആ താടിക്കാരനെ ഞാൻ അറിയട്ടെ. ഹറാമിന്റെ വഴിക്ക് കൂടി നടക്കലാവന്റെ പണി. അതെന്താ? ഈ ബിലീസിന്റെ പെട്ടി 24 മണിക്കൂർ അത് തോണ്ടി നടക്കവന്റെ പണി അറിയോ? നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കാണണ്ടോനൻ. ഓൻ 24 മണിക്കൂർ നിന്ത്രച്ചാട്ടം ചാടി നടക്കല്ലേ, നീർച്ചക്കോയ്ക്കള മാതിരി കള്ള ഹമുക്ക്.
ഇതെത്താ ഓന് വോളറ്റ് ഇവിടെ മക്കാറാക്കാം. വരി. അസ്സലാമലൈക്കും. എന്താ കുഞ്ഞോളിവിടെ? ആരത്? അമ്മയുടെ കുട്ടിയാ? ആ എന്നാ ശരി. എല്ലാം മുക്കറി നീയല്ലേ പറഞ്ഞു അവരെ അമ്മയുടെ മക്കളല്ലേ? അവരെ പറ്റി എന്തൊക്കെ മോശമായിട്ട് എന്നോടിപ്പോ പറഞ്ഞത്? അള്ളാഹു പുറത്തെടുത്തേ. അള്ളാഹു പുറത്തു തരട്ടെ. ഇങ്ങനൊന്നും പറയരുത്. അമീൻ. ഹലോ. അതാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അല്ല, ഞാൻ വെറുതെ വിളിച്ചോ. കാര്യം എനിക്കിവിടെ പറ്റല്ലടേ. ഇവിടെ വന്നപ്പോൾ എന്തോ ആകെ ഒരുമാതിരി. റൂമിൽ തന്നെ നല്ല പ്രായമുള്ള ആൾക്കാരാണ്. റൂമിൽ തന്നെ 6-7 പേരുണ്ട്. സോ എനിക്കാണെങ്കിൽ എന്തോ ഒരു പ്രൈവസി ഒന്നും കിട്ടാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. ഞാൻ അളിയൻ്റെ പറഞ്ഞതാ, എന്താ ഞാൻ അളിയൻ്റെ കൂടെ നിന്നോളാം. അപ്പോൾ അളിയൻ പറയാ എന്താ വേറെ ആരും വരാനുണ്ട്, നീ തൽക്കാലം അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടാക്കി. നീ അളിയൻ വിളിക്കുമ്പോൾ ഒന്ന് കാര്യം പറ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ നാട്ടിലേക്ക് വന്നാലേ ശരിയാവും. നീ അതൊന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും റെഡിയാക്കും. ഞാനിനി പറഞ്ഞ അളിയനത് എന്തെങ്കിലും വിഷമാവോ എന്നറിയില്ല. കാര്യം പറ, അളിയൻ്റെ അടുത്ത് കാര്യം പറയും, എങ്ങനെയെങ്കിലും അതൊന്ന് റെഡിയാക്കും. എനിക്ക് പറ്റണല്ലോ അവിടെ നിൽക്കും. ആ, ഞാൻ പിന്നെ വിളിക്കാം. ശരിയെന്നാ. മുബാറക്ക എവിടെ ഉണ്ട്? റവാബിലുണ്ടോ? റവാബിലുണ്ടോ? എടാ ഞാൻ ടീ ടൈമിലുണ്ട്. ഈ ടൈമിലുണ്ടോ? അന്ന് നീ ഒന്ന് പെട്ടെന്നൊന്ന് വരും, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാം. ഒരു 5 മിനിറ്റ് പോരാ. നമുക്കൊന്ന് പുറത്തു വരും. ഓ ചായ കുടിക്കും. അല്ല ചായ വേണ്ടായിരുന്നു. എടാ എന്താ അവൻ വീട്ടിൽ വിളിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോണം എന്നൊക്കെ പറയണത്, എന്താണ് വിഷയം? എന്റെ പൊന്നളി, എനിക്കറിയില്ല. ഞാൻ ആ പണിയുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പറഞ്ഞതാണ്. നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൊതുവെ അവനൊരു സൈലന്റ് ആയിട്ടാണ് കൂടുതൽ സംസാരിക്കാത്ത ഒരു ടീമാണ്. കുറച്ച് സംസാരിച്ച് ഇതാക്കിയിട്ടുണ്ട്. പുറത്തൊക്കെ പോകുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഞാൻ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു, നിന്നെ വിളിച്ച് കാര്യം പറയാന്ന് പറഞ്ഞു. പിന്നെന്താ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളിയാ? ഞാൻ പറഞ്ഞതേ എങ്ങനെയും ഒന്ന് പറഞ്ഞു നിർത്ത്. എങ്ങനെയെങ്കിലും പറഞ്ഞ സബൂറാക്കി. അല്ലെങ്കിൽ ചെക്കൻ നാട്ടിൽ കളിച്ചു പറഞ്ഞ ചെക്കനാണ്. വന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. ചെയ്യാൻ വിളിച്ചിട്ട് പെണ്ണിനോട് നാട്ടിൽ വരുന്ന ടിക്കറ്റ് എടുത്ത് ഞാൻ പോവാന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യുന്നു? എത്തും പിടിക്കുന്നില്ല. എത്ര ആളുടെ അടിയും കാര്യം പിടിച്ചിട്ട് ഒരു വിസ പിടിച്ചതാണ്. ടിക്കറ്റിന്റെ പൈസ അറിയാലോ. അപ്പൊ ടിക്കറ്റിന്റെ റേറ്റ് എന്താ? ഞാൻ 2 ദിവസം മുമ്പ് നിന്റെ അടുത്തൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഏകദേശം ശരിയായതാണ്. അവൻ്റെ അടുത്ത് പോയി ആ CV എല്ലാം ക്ലിയർ ആക്കാൻ പറഞ്ഞാണ്. അത് പോവാതിരിക്കുവോ? അവൻ്റെ അടുത്ത് വന്നപ്പോഴത്തെ അന്ന് അവന് സുഖമില്ല. എങ്ങനെയെങ്കിലും അവനൊന്ന് പിടിച്ചൊന്നിരുത്തി ഒന്നുകൂടെ റെഡിയാക്കി. അപ്പൊ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. കൂടുതൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവന് നമ്മുടെ അടുത്തൊരു വെറുപ്പ് പോകുന്നു. ഞാൻ നിന്നെ അതാണ് അങ്ങോട്ട്, ഞാൻ നിന്നെ കരുതി മാത്രമാണ് ഞാൻ ഇതിന് ഇടപെട്ടത്. ഈ ചെക്കനെ കൊണ്ട് ഈ നിലക്കാണ് ഞാൻ എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നില്ല അവൻ നിൽക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും ടെൻഷൻ ആവണ്ടല്ലേ. ഞാൻ എന്തായാലും നോക്കട്ടെ. എന്നോടൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ എത്ര പ്രാവശ്യം സംസാരിച്ചെന്ന് അറിയാൻ പറഞ്ഞ അവിടെ സംസാരിച്ചിട്ട് കാര്യം. നീ എങ്ങനെയും പിടിച്ചു നിർത്താൻ. എന്നാലും ഒന്നുകൂടെ സംസാരിക്കട്ടെ. സംസാരിച്ചിട്ട് ഞാൻ എന്തായാലും നിന്റെ അടുത്ത് പറയാം. അതേ നടക്കൂ. നോക്കട്ടെ, എനിക്ക് ഇവിടെ അടുത്തൊരു ചെറിയൊരു വർക്ക് കൂടെ ഉണ്ട്. നീ വിളിച്ചോണ്ട് പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ എങ്ങനെയും അവനെ പിടിച്ചിരുത്ത. കുറച്ച് ദിവസം പിടിച്ചിരുത്ത ശരിയാവും. ഞാൻ വിളിക്കാട്ടോ. ഓക്കെ ശരി. ഹലോ. അതായത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഇവിടെ കാര്യങ്ങൾ പോകണം. അപ്പോൾ ഇവിടെ നിൽക്കണ പന്തിയൊന്നും കാണാല്ലേ. എൻ്റെ വാക്കും കേട്ടവനെ കൊണ്ടുവന്നതല്ല. എത്ര ആളുടെ അടിയും കാലി പിടിച്ചിട്ടാണ് ഞാൻ അവനെ കൊണ്ടുവന്നെന്ന് അറിയുമോ?
ടിക്കറ്റിന്റെ പൈസ എനിക്കറിയാലോ, എനിക്ക് എത്ര ശമ്പളം എന്നൊക്കെ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവേണ്ടത്? ഞാൻ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല. നീ ഇങ്ങനെ ചാടി കളിക്കണ്ട, എനിക്കറിയാലോ. നിന്റെ വാക്കും കേട്ടിട്ടുണ്ടാവും. നീ മുണ്ടാതെ പൊയ്ക്കൈ അവിടുന്നിട്ടാ. ഓരോന്നൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ആലോചിക്കണം. എടാ, അവൻ ആ നാട്ടിലെ ആ കൂട്ടുകാരന്മാരെ കൂടെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ പണിയെടുക്കണം, ജോലിക്ക് പോകണം, കറക്റ്റ് സമയത്ത് നിൽക്കണം, എന്തൊക്കെ പണിയുണ്ട്. ഇവൻ 10 മണി വരെ കിടന്നുറങ്ങുക, ചായ ചോദിക്കുക, പൊറോട്ട ചോദിക്കുക, ബിരിയാണി ചോദിക്കുക. ഇതെന്താ അവനെ ടൂറിന് ഓടുന്നുണ്ട്? എന്നാ പറ്റില്ലെങ്കിൽ അവനെ കയറ്റി വിട്ടാളി. ഈ കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പൊക്കെ നിങ്ങൾക്ക് പൈസ തരുമോ കയറ്റി വിടാൻ? ഞാൻ ഈ 1500 രൂപയാണ് ഈ പണിയെടുക്കുന്നത് അവിടെ. അതിൽ ഈ ടിക്കറ്റ് എടുക്കുക എന്താ ഇപ്പോൾ ഒരാഴ്ചയിലുള്ള ടിക്കറ്റാ, 2 ടിക്കറ്റ്. അവൻ്റെ കാര്യങ്ങളൊക്കെ എത്ര ചെയ്തു? നിങ്ങൾ എന്തിനാ എന്റെ അമ്മാനെ എന്റെ അപ്പാനൊക്കെ ഇങ്ങനെ തെറി വിളിച്ചു കൊടുക്കുന്നത്? ആരെ വിളിപ്പിച്ച്? നീയല്ലേ വിളിപ്പിച്ച് അല്ലേ? നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ടാട്ടാ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഓ, എൻ്റെ ഒരു കഷ്ടകാലം നോക്കിയേ. ഇങ്ങനെ ഒരു വിധി മനുഷ്യന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പെരക്കാർ ഇന്നൊന്നും തീരതില്ലല്ലോ. എന്റെ ആങ്ങളായതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്നത്? നിർത്തിക്കുക, വർത്താനം പറയണ്ട. ഞാൻ അവനെ കയറ്റി വിട്ടോണ്ട്, മനസ്സിലായില്ലേ? നല്ലപോലെ ആ കുട്ടികളിനെ ഉമ്മാനൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നാൽ മതി. ഇങ്ങനത്തെ ഓരോ വണ്ടി പൊട്ടിയ കേസ് എൻ്റെ മേത്തേക്ക് ഇനി നാളെ വരെയൊക്കെ പറയാൻ പാടില്ല കേട്ടോ. എല്ലാവരും അവസ്ഥ തന്നെ. നിങ്ങൾ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ടിക്കറ്റിന്റെ പൈസ ഞാൻ എന്റെ മാല എന്തെങ്കിലും പണയം വെച്ചിട്ട് ഞങ്ങൾക്ക് തരണ്ടേ? എന്നാ പോരെ നിങ്ങൾക്ക്. വിട്ടോണ്ട് കേട്ടാ, കയറ്റി വിട്ടോണ്ട്. എൻ്റെ ആങ്ങളുടെ കാര്യമല്ലേ, കയറ്റി വിട്ടോണ്ട്. ഈ കിടന്ന് ഉറങ്ങിക്കോ, നേരം കുറയില്ലേ? ആയിക്കോട്ടെ, ശരി.